ജി കെ മിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 ബയോളജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സാണിത്. ഒരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 1 ലിവിങ് വേൾഡിനെ പറ്റിയിട്ടുള്ള ക്ലാസ് 2 പാർട്ടായിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അത് ജസ്റ്റ് കാണുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്നുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനും കിങ്ഡം മൊണീറയാണ് പഠിക്കുന്നത്. ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്സ് ആൻഡ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ gkmins@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക. സോ നമുക്ക് പഠിക്കാം സെക്കൻഡ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആദ്യമായിട്ട് ഓർഗാനിസംസിനെ ഒരു സയൻറ്റിഫിക് ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങിയത് അരിസ്റ്റോട്ടിലായിരുന്നു. സോ അരിസ്റ്റോട്ടിൽ വാസ് ദ ഫസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയൻറ്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം സിമ്പിൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ടായിരുന്നു ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ പ്ലാന്റ്സിനെ ആണെങ്കിൽ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് അങ്ങനെ ഡിവൈഡ് ചെയ്തു. അതെന്താ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനായിരുന്നു. അതുപോലെ തന്നെ ആനിമൽസിനെ റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസും റെഡ് ബ്ലഡ് ഇല്ലാത്ത ആനിമൽസും അങ്ങനെയായിരുന്നു അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊരു സയൻറ്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് അരിസ്റ്റോട്ടിലാണ്. ഹി ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിനെ വെച്ച് മാത്രം ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ വെച്ച് മാത്രം അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനൊരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിരിക്കും. ജസ്റ്റ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ച് മാത്രമുള്ള ക്ലാസിഫിക്കേഷന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡീമെറിറ്റ്സിനെയൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് കാർലസ് ലിനേസ് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. അതായിരുന്നു 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് കാർലസ് ലിനേസ് ആണ്. ലിനേസിനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നറിയപ്പെടുന്നത് ഈ ലിനേസ് ആണ്. ആ ലിനേസ് തന്നെയാണ് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഈ ക്ലാസിഫിക്കേഷനും കുറേ ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ് ഒരുമിച്ച് വന്നിരുന്നു. പ്രോക്യാരിയോട്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ്, യൂക്യാരിയോട്സ് എന്ന് പറയുമ്പോഴേക്കും ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. അപ്പോൾ ഈ 2 ഗ്രൂപ്പ് ഓർഗാനിസംസും ഒരുമിച്ച് വരും. അതുമാത്രമല്ല യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ, ഫോട്ടോസിന്തറ്റിക്, നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസും എല്ലാം ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വന്നുപോയി അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസിഫിക്കേഷനിൽ. അതുമാത്രമല്ല കുറേ ഓർഗാനിസംസ് ഈ 2 കിങ്ഡത്തിനകത്തും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കുറേ ഓർഗാനിസംസും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിരുന്നു. സോ ഇങ്ങനെ ഇരിക്കെയാണ് വേറൊരു സയൻറ്റിസ്റ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അതാണ് 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബൈ ആർച്ച്ബിറ്റാക്കർ. അപ്പോൾ ഓർത്തിരിക്കുക, 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആർച്ച്ബിറ്റാക്കർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 5 കിങ്ഡം ഉണ്ടെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഓർഡറിൽ തന്നെ പഠിക്കാം. കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ് ആൻഡ് അനിമാലിയ. ഒന്നുകൂടെ, കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. ഇത് ഈ ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, ഈ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വരാനുണ്ടായ കാരണങ്ങളാണ് പറയുന്നത്. ഏർലിയർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഇൻക്ലൂഡഡ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് അണ്ടർ പ്ലാന്റ്സ്. ഈ പറയുന്ന എല്ലാ ഓർഗാനിസംസും ഇതിനകത്ത് ഹയർ പ്ലാന്റ്സ് ഉണ്ട്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസമായ ബാക്ടീരിയ വരെയുണ്ട്. അപ്പോൾ ആ ബാക്ടീരിയ മുതൽ ഹയർ പ്ലാന്റ്സ് വരെ കിങ്ഡം പ്ലാന്റയിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. നെക്സ്റ്റ്, the character that unified this whole kingdom was that all organisms included had a cell wall in their cells. ഈ പറയുന്ന എല്ലാ ഓർഗാനിസത്തിനെയും ഒരുമിച്ച് പ്ലാന്റ് കിങ്ഡത്തിനാക്കി കൊണ്ടുവരാനുള്ള ഒരു കാരണം ഈ എല്ലാ ഓർഗാനിസത്തിനും അവരുടെ സെല്ലിനെ സറൗണ്ട് ചെയ്ത് സെൽ വാൾ ഉണ്ടായിരുന്നു എന്നതാണ്. ദിസ് പ്ലേസ്ഡ് ടുഗദർ ഗ്രൂപ്പ്സ് വിച്ച് വൈഡ്ലി വേരിഡ് ഇൻ അതർ ക്യാരക്ടേഴ്സ്. അപ്പോൾ സെൽ വാൾ ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇത്രയും ഓർഗാനിസത്തിനെ ഒരുമിച്ച് കൊണ്ടുവന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ മാത്രമേ സിമിലാരിറ്റി ഉണ്ടാവുള്ളൂ. മറ്റൊരുപാട് ഡിഫറൻസസ് ഇവർ തമ്മിലുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ പ്രോക്യാരിയോട്ടാണ്, അതായത് അതിന് ഒരു ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ ബാക്കി ഓർഗാനിസത്തിനൊക്കെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ബ്രോട്ട് ടുഗദർ ദ പ്രോക്യാരിയോട്ടിക് ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ വിത്ത് അതർ ഓർഗാനിസംസ് ദാറ്റ് വെർ യൂക്യാരിയോട്സ്. യൂക്യാരിയോട്സിനെ പ്രോക്യാരിയോട്സിനെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു മറ്റ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ. നെക്സ്റ്റ്,
ഇറ്റ് ഓൾസോ ഗ്രൂപ്പ് ടുഗെദർ യൂണിസെല്ലുലർ ഓർഗാനിസംസ് വിത്ത് ദ മൾട്ടിസെല്ലുലർ വൺസ്. അതിന് എക്സാമ്പിളാണ് ക്ലാമിഡോമോണസും സ്പൈറോഗിറ. ക്ലാമിഡോമോണസ് യൂണിസെല്ലുലർ ആണ്, സ്പൈറോഗിറ മൾട്ടിസെല്ലുലർ ആണ്. ഈ രണ്ട് ഓർഗാനിസംസിനെയും ഒരുമിച്ച് ആൽഗെ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഡിഡ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഹെറ്ററോട്രോപിക് ഗ്രൂപ്പ്സ് ഫ്രം ദ ഓട്ടോട്രോപിക് ഗ്രീൻ പ്ലാന്റ്സ്. ഹെറ്ററോട്രോപ്സിനെയും ഓട്ടോട്രോപ്സിനെയും ഒരുമിച്ചായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോൾ ഫംഗൈ ഒരു എക്സാമ്പിളാണ്. ഓട്ടോട്രോപ്സ് ഗ്രീൻ പ്ലാന്റ്സ്. ഓട്ടോട്രോപ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഹെറ്ററോട്രോപ്സ് അങ്ങനെ ചെയ്യുന്നില്ല. ഈ ഫംഗസിൻ്റെയും ഗ്രീൻ പ്ലാന്റ്സിൻ്റെയും സെല്ലുലാർ കോമ്പോസിഷൻ തന്നെ ഡിഫറെൻ്റ് ആണ്. ഫംഗസിലാണെങ്കിൽ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്, പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ് കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്നിട്ട് പോലും ഈ രണ്ട് ഗ്രൂപ്പ് ഓർഗാനിസത്തിനെയും ഒരുമിച്ച് കിങ്ഡം പ്ലാന്റയിലായിരുന്നു ലീനിയർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഇതുവരെ ഈ പറഞ്ഞതെല്ലാം മുന്നേ ഉണ്ടായിരുന്ന സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റ്സ് ആണ്. ഇതിനെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർച്ച് ഫിറ്റാക്കർ 5 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. നെക്സ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ളൊരു ചാർട്ടാണ് ഈ 5 കിങ്ഡത്തിൻ്റെയും പെക്യുലാരിറ്റീസ് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, സിമ്പിളാണ് പഠിക്കാൻ. ആദ്യം സെൽ ടൈപ്പ്. മൊണീറ ആണെങ്കിൽ പ്രോക്കരിയോട്ടാണ്. പ്രോക്കരിയോട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസിനെയാണ് നമ്മൾ പ്രോക്കരിയോട്ട്സ് എന്ന് വിളിക്കുക. മൊണീറ മാത്രമാണ് പ്രോക്കരിയോട്ടായിട്ട് വരുന്നത്. ബാക്കി എല്ലാ കിങ്ഡത്തിൽ വരുന്ന മെമ്പേഴ്സും യൂക്കേരിയോട്ട്സ് ആണ്, അതായത് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ സെൽ ടൈപ്പ് നോക്കുമ്പോൾ മൊണീറയിൽ മാത്രം പ്രോക്കരിയോട്ടും ബാക്കി എല്ലാ കിങ്ഡത്തിലും യൂക്കേരിയോട്ട്സും ആണ്. നെക്സ്റ്റ് സെൽ വാൾ. സെൽ വാൾ മൊണീറയിൽ വരുമ്പോഴേക്കും നോൺ സെല്ലുലോസിക് സെൽ വാൾ ആണ്. സെൽ വാൾ പ്രസൻ്റ് ആണ്, പക്ഷേ നോൺ സെല്ലുലോസിക് ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. പ്രോട്ടിസ്റ്റയിൽ വരുമ്പോഴേക്കും ചില ഓർഗാനിസത്തിൽ മാത്രം സെൽ വാൾ പ്രസൻ്റ് ആണ്. ഫംഗസിൽ പ്രസൻ്റ് ആണ് വിത്തൗട്ട് സെല്ലുലോസ്. നമ്മൾ പറഞ്ഞു ഫംഗസിൽ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. കിങ്ഡം ഫംഗയിലുള്ള എല്ലാ മെമ്പേഴ്സിനും കൈറ്റിനസ് സെൽ വാൾ ആണ് ഉള്ളത്, സെല്ലോസിക് സെൽ വാൾ അല്ല. നെക്സ്റ്റ് പ്ലാന്റൈ. കിങ്ഡം പ്ലാന്റയിൽ സെൽ വാൾ പ്രസൻ്റ് ആണ്, സെല്ലുലോസിക് സെൽ വാൾ ആണ്. ആൻഡ് ലാസ്റ്റ് കിങ്ഡം അനിമാലിയ. അനിമൽ കിങ്ഡത്തിൽ വരുമ്പോഴേക്കും സെൽ വാൾ ഇല്ല. അനിമൽ സെല്ലിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറായിട്ട് വരുന്നത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ വാൾ അനിമൽ സെൽസിൽ ആബ്സെൻ്റ് ആണ്. നെക്സ്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ കിങ്ഡം മൊണീറ മെമ്പേഴ്സിന് മാത്രം ആബ്സെൻ്റ് ആണ്, അതായത് ബാക്ടീരിയ മെമ്പേഴ്സിന് മാത്രം ആബ്സെൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു കിങ്ഡം മൊണീറയിൽ വരുന്നത് പ്രോക്കരിയോട്ട്സ് ആണ്. പ്രോക്കരിയോട്ട്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിനും ആബ്സെൻ്റ് ആയിരിക്കും. ബാക്കി എല്ലാ കിങ്ഡത്തിലും ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ബോഡി ഓർഗനൈസേഷൻ. അത് ഓരോ ഓർഗാനിസംസും സെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. മൊണീറ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, സെല്ലുലാർ എന്ന് എഴുതിയിരിക്കുന്നു. പ്രോട്ടിസ്റ്റ യൂണിസെല്ലുലാർ ആണ്, സോ സെല്ലുലാർ. ആൻഡ് ഫംഗൈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എല്ലാം മൾട്ടി സെല്ലുലാർ ആണ്. സെൽസ് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ഫോം ചെയ്യും, ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഓർഗൻ ഫോം ചെയ്യും, ഓർഗൻസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ സിസ്റ്റം ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ ബോഡി ഓർഗനൈസേഷൻ പറയുന്നത്. ഇപ്പോൾ കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോഴേക്കും ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ലെവലിലാണ് അതിൻ്റെ ബോഡി ഓർഗനൈസേഷൻ വരുന്നത്. ആൻഡ് അനിമാലിയയിൽ വരുമ്പോൾ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം. അങ്ങനെയാണ് കിങ്ഡം അനിമാലിയയുടെ ബോഡി ഓർഗനൈസേഷൻ വരുന്നത്. നെക്സ്റ്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. കിങ്ഡം മൊണീറയിൽ ഓട്ടോട്രോപ്സും ഉണ്ട്, ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഓട്ടോട്രോപ്സിന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് എയ്തർ ഫോട്ടോസിന്തസിസ് വഴിയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽസ് നിന്ന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം. ഇനി ഹെറ്ററോട്രോപ്സ് ഉണ്ട്. ഹെറ്ററോട്രോപ്സ് എന്ന് പറയുമ്പോഴേക്കും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യില്ല, പക്ഷേ മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും ഫുഡിന് വേണ്ടിയിട്ട്. അതിനകത്ത് സാപ്രോഫൈറ്റ്സും ഉണ്ട്, പാരസൈറ്റ്സും ഉണ്ട്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഫുഡിന് വേണ്ടിയിട്ട് ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ആൻഡ് പാരസൈറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ലിവിങ് ഓർഗാനിസത്തിനെ, മറ്റ് ലിവിങ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് എടുക്കുന്നതാണ് പാരസൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഫുഡ് എടുക്കുന്നത്. നെക്സ്റ്റ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയിലും ഓട്ടോട്രോപ്സും ഉണ്ട്, ഹെറ്ററോട്രോപ്സും ഉണ്ട്. ഫംഗയിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോപ്പിക് ആണ്. അത് ഏത് സാപ്രോഫൈറ്റിക് ആവാം അല്ലെങ്കിൽ പാരസൈറ്റിക് ആവാം. സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോഴേക്കും ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ഫുഡ് എടുക്കുന്നതാണ് സാപ്രോഫൈറ്റ്സ്. പാരസൈറ്റ്സ് മറ്റ് ലിവിങ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് എടുക്കുന്നത്. നെക്സ്റ്റ് പ്ലാന്റൈ. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് പ്ലാന്റ്സ്, അതുകൊണ്ട് തന്നെ ഓട്ടോട്രോപ്സ് ആണ്. നെക്സ്റ്റ് അനിമാലിയ, ഹെറ്ററോട്രോപ്പിക് ആണ്. അത് എയ്തർ ഹോളോസോയിക് ആവാം അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ആവാം. ഹോളോസോയിക് എന്ന് പറയുമ്പോഴേക്കും സോളിഡ് ഫുഡ് കഴിക്കുന്ന ഓർഗാനിസംസ് ആണ്.
ഇപ്പോൾ ഹ്യൂമൻസും ഒക്കെ അതിനകത്ത് വരും. സോളിഡ് ഫുഡ് ഇൻജസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഉള്ളിൽ ചെന്ന് ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ സാപ്രോഫൈറ്റിക്കുമാണ്. സാപ്രോഫൈറ്റിക് നേരത്തെ പറഞ്ഞു, ഡെഡ് ഓർഗാനിസത്തിനെ ഫീഡ് ചെയ്യുന്നതിനാണ് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട്. ഇനി നമുക്ക് ഓരോ കിങ്ഡം വീതം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം മൊണീറ പഠിക്കാൻ പോവുകയാണ് ഇനി. അപ്പോൾ മൊണീറ നോക്കാം. കിങ്ഡം മൊണീറയിലെ സോൾ മെമ്പേഴ്സ് ബാക്ടീരിയയാണ്. അതായത് ബാക്ടീരിയ മാത്രം അടങ്ങുന്ന കിങ്ഡത്തെയാണ് നമ്മൾ കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്. പ്രോക്കരിയോട്സ് ആണ്, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് കിങ്ഡം മൊണീറയിലെ മെമ്പേഴ്സായ ബാക്ടീരിയാസ്. ബാക്ടീരിയയാണ് മോസ്റ്റ് അബണ്ടൻറ്റ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഹാബിറ്ററ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മണ്ണ് മുതൽ അങ്ങ് എക്സ്ട്രീം ക്ലൈമറ്റ് വരെ, എക്സ്ട്രീം ഹാബിറ്ററ്റ്സിൽ വരെ ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസ് ആണ് ഈ കിങ്ഡം മൊണീറയിൽ ഉള്ള ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ബാക്ടീരിയ ഉണ്ട്, പാത്തോജനിക് ബാക്ടീരിയ ഉണ്ട്. യൂസ്ഫുൾ ബാക്ടീരിയ എന്താ? നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ എന്താ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിൽക്ക് കേർഡ് ആക്കുന്നു, ലാക്ടോബാസിലസ് അവിടുത്തെ ബാക്ടീരിയയാണ്, യൂസ്ഫുൾ ബാക്ടീരിയയാണ്. പിന്നെ ഹ്യൂമൻ ബോഡിയിൽ ഇൻറ്റസ്റ്റൈനിൽ കുറേ ബാക്ടീരിയ ഉണ്ട്. വൈറ്റമിൻ B12 പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയയാണത്, യൂസ്ഫുൾ ബാക്ടീരിയയാണ്. ഇനി പാത്തോജനിക് ബാക്ടീരിയ എന്ന് പറയുമ്പോഴേക്കും പാത്തജൻസ് ആണ്. പാത്തജൻസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആണ്. അസുഖങ്ങൾ മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും അസുഖങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഈ പാത്തോജനിക് ബാക്ടീരിയ. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കസ്, ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഓർഗാനിസമാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ബാക്ടീരിയയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനൈ ബാക്ടീരിയയാണ്, ടെറ്റനസ് ഉണ്ടാക്കുന്നത്. വിബ്രിയോ കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ ബാക്ടീരിയ അങ്ങനെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറയാം, യൂസ്ഫുൾ ബാക്ടീരിയയും പാത്തോജനിക് ബാക്ടീരിയയും. They can live in extreme habitats such as hot springs, deserts, snow and deep oceans where very few life forms can survive. മറ്റ് ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത അത്രയും എക്സ്ട്രീം കണ്ടീഷൻസിലാണെങ്കിൽ പോലും ഈ കിങ്ഡം മൊണീറയിലെ മെമ്പേഴ്സിന് സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് മെനി ഓഫ് ദം ലിവ് ഇൻ ഓർ ഓൺ അതർ ഓർഗാനിസംസ് ആസ് പാരസൈറ്റ്സ്. കിങ്ഡം മൊണീറയിലുള്ള മെജോറിറ്റി മെമ്പേഴ്സും മറ്റ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും. പാരസൈറ്റ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യില്ല, മറ്റുള്ള ജീവികളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് അതിൽ നിന്ന് ന്യൂട്രിഷൻ ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കിങ്ഡം മൊണീറയിലുള്ള മെമ്പേഴ്സിനെ 4 ഗ്രൂപ്പ് ചെയ്യാം, അതിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട്. ഫസ്റ്റ് സ്പെറിക്കൽ കോക്കസ് അത് സ്പെറിക്കൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് അതൊക്കെയാണ്. നെക്സ്റ്റ് ബാസിലസ് റോഡ് ഷേപ്ഡ് ആണ്. ലാക്ടോബാസിലസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പാല് തൈരായി മാറാൻ സഹായിക്കുന്ന ബാക്ടീരിയ. നെക്സ്റ്റ് വിബ്രിയം കോമ ഷേപ്ഡ് ആണ്. അതും നമ്മൾ നേരത്തെ പറഞ്ഞു, വിബ്രിയോ കോളറ പരത്തുന്ന വിബ്രിയോ കോളറെ കോമ ഷേപ്ഡ് ബാക്ടീരിയയാണ്. ദെൻ സ്പൈറലം സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയയാണ്. ഇനി കിങ്ഡം മൊണീറയുടെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം. ദേ ആർ സിമ്പിൾ ഇൻ സ്ട്രക്ചർ ആൻഡ് കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ. സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്, പക്ഷേ ബിഹേവിയർ വൈസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോംപ്ലെക്സ് ഓർഗാനിസംസ് ആണ്. ഷോസ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. മെറ്റബോളിസം നോക്കുകയാണെങ്കിൽ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റും കിങ്ഡം മൊണീറയിലെ മെമ്പേഴ്സിന്. നെക്സ്റ്റ് സം ആർ ഓട്ടോട്രോപ്സ് ബട്ട് വാസ്റ്റ് മെജോറിറ്റി ഓർ ഹെട്രോട്രോപ്സ്. കുറച്ച് മെമ്പേഴ്സ് ഓട്ടോട്രോപ്സ് ആയിരിക്കും, അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. എയ്തർ ഫോട്ടോസിന്തറ്റിക് ആവാം അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ഓർഗാനിസംസ് ആവാം. പക്ഷേ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദം ആർ ഹെട്രോട്രോപ്പിക്. മെജോറിറ്റി മെമ്പേഴ്സും ഹെട്രോട്രോപ്സ് ആണ്, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല, മറ്റ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ പാരസൈറ്റ്സ് ആയിട്ട് ജീവിക്കുന്ന മെമ്പേഴ്സ് ആയിരിക്കും. ഇനി ഈ ബാക്ടീരിയൽ ഗ്രൂപ്പിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ആർക്കിബാക്ടീരിയ. These bacteria are special since they live in some of the most harsh habitats such as extreme salty areas, hot springs or marshy areas. അപ്പോൾ ഈ ബാക്ടീരിയ കുറച്ച് സ്പെഷ്യലാണ്, കാരണം ഇവർക്ക് എക്സ്ട്രീം കണ്ടീഷൻസിൽ, എക്സ്ട്രീം ഹാബിറ്ററ്റ്സിൽ ജീവിക്കാനുള്ള അല്ലെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയ സ്പെഷ്യലാണ്. അപ്പോൾ അവരുടെ ആ ഹാബിറ്ററ്റിനെ വെച്ചിട്ട് ഈ ബാക്ടീരിയ 3 തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹാലോഫൈൽസ് എന്ന് ആ വേർഡ് കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഹാബിറ്ററ്റ് കിട്ടും. ഹാലോ എന്ന് വെച്ചാൽ സോൾട്ട് എന്നാണ് മീനിങ്, ആൻഡ് ഫൈൽ ഓർ ഫിലിയ എന്ന് പറയുമ്പോൾ അഫിനിറ്റി ടുവേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ സോൾട്ടിനോട് അഫിനിറ്റി ഉള്ളത് അല്ലെങ്കിൽ എക്സ്ട്രീം സോൾട്ടി ഏരിയാസിൽ ജീവിക്കാൻ പറ്റുന്നത്, അതാണ് ഹാലോഫൈൽസ്.
ആൻഡ് തെർമോ ആസിഡോഫൈൽസ്. തെർമൽ എന്ന് പറയുമ്പോൾ ഹോട്ട് എന്നാണ് വേർഡിൻ്റെ മീനിങ്. അപ്പോൾ ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് തെർമോ ആസിഡോഫൈൽസ്. ആൻഡ് മെഥനോജൻസ്, മാർഷി ഏരിയാസിൽ ജീവിക്കുന്നത്. അങ്ങനെ 3 നമുക്ക് ആർക്കിബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യാം. And they differ from other bacteria in having a different cell wall structure, and this feature is responsible for their survival in extreme conditions. മറ്റ് ബാക്ടീരിയയെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ആർക്കിബാക്ടീരിയയ്ക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് സെൽ വാൾ ഉണ്ട്. ഇത് കാരണമാണ് ഈ ബാക്ടീരിയയ്ക്ക് ഇത്രയും എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ആർക്കിബാക്ടീരിയയ്ക്ക് മറ്റ് ബാക്ടീരിയയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റിങ്ക്റ്റ് സെൽ വാൾ ഉണ്ട്. അപ്പോൾ ഈ സെൽ വാളാണ് അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻസിൽ അതിനെ സർവൈവ് ചെയ്യാൻ ക്യാപ്പബിൾ ആക്കുന്നത്. ആൻഡ് മെഥനോജൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ ഗട്ട്സ് ഓഫ് സെവറൽ റൂമിനൻ്റ് അനിമൽസ് സച്ച് എസ് കൗസ് ആൻഡ് ബഫലോസ്, ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മീഥെയിൻ ഓർ ബയോഗ്യാസ് ഫ്രം ദ ഡങ് ഓഫ് ദീസ് അനിമൽസ്. റൂമിനൻ്റ് അനിമൽസിൻ്റെ എല്ലാം ഗട്ടിൽ, അതായത് ഇൻറ്റസ്റ്റൈനിൽ മെഥനോജൻസ് ഉണ്ട്. മെഥനോജൻസ് എന്ന് പറയുമ്പോൾ മീഥെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയയാണ്. അപ്പോൾ ഈ കൗസ്, ബഫലോസ് പോലുള്ള റൂമിനൻ്റ് അനിമൽസിൻ്റെ എല്ലാം, അതായത് മേഞ്ഞു നടക്കുന്ന അനിമൽസിൻ്റെ എല്ലാം ഗട്ടിൽ, അതായത് ഇൻറ്റസ്റ്റൈനിൽ ഈ മെഥനോജൻസ് പ്രസൻ്റ് ആണ്. ആൻഡ് അതാണ് അവരുടെ ഡങ് നിന്ന് മീഥെയിൻ അല്ലെങ്കിൽ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇത്രയാണ് ആർക്കിബാക്ടീരിയയെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് യൂബാക്ടീരിയ പഠിക്കാം. യൂബാക്ടീരിയ, ഓൾസോ നോൺ ആസ് ട്രൂ ബാക്ടീരിയ. ട്രൂ ബാക്ടീരിയ എന്നറിയപ്പെടുന്നത് യൂബാക്ടീരിയ ആണ്. ആൻഡ് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ റിജിഡ് സെൽ വാൾ ആൻഡ് ഇഫ് മൊട്ടൈൽ എ ഫ്ലജല. ഒരു റിജിഡ് സെൽ വാൾ ഉണ്ട്. മൂവ് ചെയ്യുന്ന യൂബാക്ടീരിയ ആണെങ്കിൽ അതിനൊരു ഫ്ലജലം ഉണ്ടാവും. ഫ്ലജലം എന്ന് പറയുമ്പോഴേക്കും മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു അപ്പൻഡേജ് ആണ്. ഇനി യൂബാക്ടീരിയയുടെ 2 ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാം. അതിനകത്ത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സും വരും, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും വരും. ഓട്ടോട്രോപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൽ വരുന്നൊരു ഗ്രൂപ്പാണ് സൈനോബാക്ടീരിയ. സൈനോബാക്ടീരിയയിൽ പ്ലാന്റ്സിലുള്ള പോലെ സിമിലർ ആയിട്ടുള്ളൊരു പിഗ്മെൻ്റ് ഉണ്ട്, ക്ലോറോഫിൽ എ. അത് കാരണമാണ് അതിന് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് സൈനോബാക്ടീരിയയുടെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ദേ വിൽ ബി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്, മറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. യൂണിസെല്ലുലർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കോളനീസ് ആയിട്ട് കാണാൻ പറ്റും. അതായത് കുറേ ഓർഗാനിസംസ് ഒരുമിച്ച് വന്നിട്ട് ഒരു കോളനി ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ചിലപ്പോൾ മെറൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആയിരിക്കും. കടലിൽ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലാൻഡിൽ കാണുന്നതായിരിക്കാം. ആൻഡ് ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്. ഇപ്പോൾ ഇതിനെ ഒരു കോളനി ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ജെലാറ്റിനസ് ഷീത്ത് ഉണ്ടായിരിക്കും. ജെലാറ്റിൻ എന്ന് പറയുന്നത് ഈ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂസിൻ കണ്ടൻ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ്, ഒരു സ്ലൈമി മെറ്റീരിയൽ. ആൻഡ് ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ ബ്ലൂംസ് ഉണ്ടാക്കും. സം ഓഫ് ദിസ് ഓർഗാനിസംസ് ക്യാൻ ഫിക്സ് atmospheric nitrogen in specialized cells called heterocysts. സൈനോബാക്ടീരിയയിൽ വരുന്ന ചില ഓർഗാനിസത്തിന് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് അവരെ ഈ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത് അവർക്കുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ആ സെൽസിനെ നമ്മൾ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ നൈട്രജൻ ഫിക്സേഷൻ പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന സൈനോബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് നൊസ്റ്റോക്കും അനാബിനയും. നെക്സ്റ്റ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. They oxidize various inorganic substances such as nitrates, nitrites and ammonia and use the released energy for their ATP production. അപ്പോൾ ഇവർ കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ന്, അല്ലെങ്കിൽ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ഓർ അമോണിയ, ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജിയെയാണ് ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഓർഗാനിസംസ് സർവൈവ് ചെയ്യുന്നത്. ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ ന്യൂട്രിയൻ റീസൈക്ലിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് പറയാം. നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ പോലുള്ള ന്യൂട്രിയൻസിൻ്റെ റീസൈക്ലിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹെട്രോട്രോപിക് ബാക്ടീരിയ. കിങ്ഡം മൊണീറയിൽ മെജോറിറ്റി കാണുന്നതും ഹെട്രോട്രോപിക് ബാക്ടീരിയ ആയിരിക്കും. ബിക്കോസ് അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നില്ല, മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദം ആർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസസ് ആൻഡ് ദേ ആർ ഹാവിങ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ അഫയേഴ്സ്. ഹ്യൂമൻ അഫയേഴ്സിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതാണ് ഈ ഹെട്രോട്രോപിക് ബാക്ടീരിയ. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ യൂസ്ഫുൾ ബാക്ടീരിയയും അതുപോലെ തന്നെ പത്തോജനിക് ബാക്ടീരിയയും വരുന്നത്. യൂസ്ഫുൾ ബാക്ടീരിയയുടെ റോൾ എന്തൊക്കെയാണ് ആദ്യമേ പറഞ്ഞു. ഇപ്പോൾ മിൽക്കിൽ നിന്ന് കേർഡ് ഉണ്ടാക്കുക, അതിന് സഹായിക്കുന്നത് ലാക്ടോബാസിലസ് ആണ്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചില ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ്, അതിന് എക്സാമ്പിൾ റൈസോബിയം ആണ്.
ഇനി വേറെ ചിലത് പാത്തജൻസ് ആയിട്ട് വരുന്നുണ്ട്, അതായത് ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആയിട്ട് വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യം പഠിച്ച എക്സാമ്പിൾസ് വരിക. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ്. ദെൻ വിബ്രിയോ കോളറ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ്. ഇനി ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്, ബൈനറി ഫിഷൻ വഴി. ഒരു ബാക്ടീരിയ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അൺഫേവറബിൾ കണ്ടീഷൻസിൽ വരുമ്പോഴേക്കും ദ ഷിഫ്റ്റ് ടു സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് സ്പോർ ഫോർമേഷൻ വഴിയോ അല്ലെങ്കിൽ ബൈ അഡോപ്റ്റിംഗ് എ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റ് ബാക്ടീരിയത്തിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയോ ആയിരിക്കാം. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ ആർ ദ ഓർഗാനിസംസ് ദാറ്റ് കംപ്ലീറ്റ്ലി ലാക്ക് എ സെൽ വോൾ. സെൽ വോൾ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ്. ആൻഡ് ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസംസ് നോൺ. ലോകത്ത് ഇതുവരെ അറിയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ലിവിങ് ഓർഗാനിസംസ് ആണ് ആൻഡ് ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത. മെനി മൈക്കോപ്ലാസ്മ ആർ പെത്തോജൻസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. മൈക്കോപ്ലാസ്മ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആണ്, പെത്തോജൻസ് ആണ്. പ്ലാന്റ്സിലായാലും ആനിമൽസിലായാലും ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി GK മിനിറ്റ്സിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി ക്ലാസ്സുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായി പഠിക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ gkminutes@gmail.com എന്ന ഇമെയിൽ ID യിലേക്ക് മെയിൽ അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.